Venn diagrams. The diagrammatic representation of a set is called Venn diagram. നമുക്കൊരു ഡെഫിനിഷൻ ശ്രദ്ധിക്കാം. Most of the relationship between sets can be represented by means of diagrams, which are known as Venn diagrams. Venn diagrams consist of rectangles and closed curves, usually circles. അതായത് വെൻ ഡയഗ്രാംസിലെ എന്താണ് റെക്റ്റാങ്കിൾസും ക്ലോസ്ഡ് കർവ്സും ആണ് മെയിനായിട്ട് കാണുന്നത്. The universal set is represented by rectangle. യൂണിവേഴ്സൽ സെറ്റിനെ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ സബ്സെറ്റുകളെയൊക്കെ സർക്കിൾ ഉപയോഗിച്ചു. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ റെപ്രസെന്റേഷൻ മനസ്സിലാകും. റെപ്രസെന്റേഷൻ ശ്രദ്ധിച്ച് ഇഫ് യു ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 10 is the universal set, of which A equal to 2 4 6 8 10 and B equal to 4 6 are its subsets. ഇതിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ ശ്രദ്ധിച്ച് പിന്നെ നമ്മൾ വെൻ ഡയഗ്രം വെച്ച് റെപ്രസെന്റ് ചെയ്യും. So this is the universal set. A is the set 4 2 4 6 8 10 and B is the set 4 6. From here we can see നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ബി എയുടെ എന്താണ് സബ്സെറ്റ് ആണ്. ബി സബ്സെറ്റ് ഓഫ് എ ആണ്. അപ്പോൾ നമുക്ക് സപ്പോസ് ദിസ് ഈസ് ബി 4 6. This is our B. So A can be represented like this. A. ഇനി 4 6 അല്ലാതെ വരാനുള്ളത് 2 8 10. അപ്പോൾ നോക്കി ബിക്കകത്ത് 4 6 ഉണ്ട്, എക്കകത്ത് 2 4 6 8 10. ഇനി യൂണിവേഴ്സൽ സെറ്റിൽ ഇതിനകത്ത് ഇല്ലാത്ത എലമെന്റുകളെല്ലാം എഴുതണം. 1 3 5 7 9. ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിങ്ങൾ നോക്കിയാൽ യൂണിവേഴ്സൽ സെറ്റിൽ എല്ലാ എലമെന്റും ഉണ്ട്. പക്ഷേ ബിയിൽ 4 6 ഉള്ളൂ അല്ലേ. എയിൽ 2 4 6 8 10 ഉണ്ട്. യൂണിവേഴ്സൽ സെറ്റിൽ 1 മുതൽ 10 വരെയുള്ള എല്ലാ സംഖ്യകളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ വെൻ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സെറ്റിനകത്തെ ഓപ്പറേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് യൂണിയൻ ഓഫ് ടു സെറ്റ്സ് അല്ലേ. നമുക്ക് എന്താണ് രണ്ട് സെറ്റിന്റെ യൂണിയൻ എന്ന് നോക്കാം. ഇഫ് എ ആൻഡ് ബി ബി എനി ടു സെറ്റ്, എയും ബിയും രണ്ട് സെറ്റ് അടന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും യൂണിയനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് എ യൂണിയൻ ബി, വായിക്കേണ്ടത് എ യൂണിയൻ ബി എന്നാണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ഒരു സെറ്റ് ആയിരിക്കും. ആ സെറ്റിനകത്ത് ദാറ്റ് സെറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദി എലമെന്റ്സ് ഓഫ് എ ആൻഡ് ഓൾ ദി എലമെന്റ്സ് ഓഫ് ബി. എയിലെ എലമെന്റ് എഴുതണം, ബിയിലെ എലമെന്റ് എഴുതണം. അതായത് ഫോർ എക്സാമ്പിൾ എ ഇക്വൽ ടു സെറ്റ് 1 2 ആണ്, ബി ഇക്വൽ ടു സെറ്റ് 2 3 ആണ്. Then A union B is the set. എയിലെ എലമെന്റ് എഴുതണം 1 2, ബിയിലെ എലമെന്റ് എഴുതണം 2 3. ആ 2 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തുകൊണ്ട് എഴുതിയാൽ മതി, 3 കൂടെ എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതുന്ന ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന സെറ്റാണ് എയുടെയും ബിയുടെയും യൂണിയൻ. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ എ യൂണിയൻ ബിയുടെ ഡെഫിനിഷൻ നമുക്ക് എഴുതാം. അപ്പോൾ അടുത്ത് ശ്രദ്ധിച്ച് യൂണിയൻ ഓഫ് സെറ്റ്സ്. ദ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഇസ് നോട്ടഡ് ബൈ ദ സെറ്റ് എ യൂണിയൻ ബി, which consist of all those elements which are either in A or in B. ഇപ്പോൾ എയിലോ ബിയിലോ ഉള്ള രണ്ടിലോ ഉള്ള എല്ലാം ഇതിനകത്തുണ്ട്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞ സെറ്റിലുണ്ട്. അതായത് എ യൂണിയൻ ബിയെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയാൽ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. എയിലോ ബിയിലോ ഉള്ള എക്സുകളെല്ലാം എ യൂണിയൻ ബിയിലുണ്ട്. ഇനി നമുക്ക് എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം ഒന്ന് വരയ്ക്കാം അല്ലേ. ദ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം ശ്രദ്ധിക്കുക. ദിസ് ഈസ് അവർ യൂണിവേഴ്സൽ സെറ്റ് യു ആൻഡ് ദിസ് ഈസ് സെറ്റ് എ ആൻഡ് ദിസ് ഈസ് സെറ്റ് ബി. ഇപ്പോൾ എ യൂണിയൻ ബി എന്താണ്, എയിലുള്ളതും ബിയിലുള്ളതും. അപ്പോൾ അതിൻ്റെ നമ്മളത് ഷെയ്ഡ് ചെയ്താൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ
ഈ ഷെയ്ഡഡ് പോർഷനാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ദിസ് ഷെയ്ഡഡ് പോർഷൻ റെപ്രസെന്റ് എ യൂണിയൻ. അപ്പം എ യൂണിയൻ ബിയുടെ സെറ്റ് ബിൽഡർ ഫോം ആൻഡ് വെൻ ഡയഗ്രം നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇഫ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 5 6 7 and B equal to set 2 6 8 10, find A union B. This is our question. Okay, A union B equal to set A യിൽ 1 ഉണ്ട്, 1 എഴുതാം. A യിൽ 2 ഉണ്ട്, B യിൽ ഉണ്ട് എന്നെഴുതാൻ പോലും എഴുതാം. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. A യിൽ 3 ഉണ്ട്, A യിൽ 5 ഉണ്ട്, A യിൽ 6 ഉണ്ട്, A യിൽ 7 ഉണ്ട്. ഇനി B യിലുള്ള 2 ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 6 ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 8 ഇൻക്ലൂഡ് ചെയ്യണം, 10 ഇൻക്ലൂഡ് ചെയ്യണം. സോ ദിസ് ഈസ് അവർ സെറ്റ്. ദിസ് ഈസ് ദ സെറ്റ് A യൂണിയൻ B. ക്ലിയർ ആയാലും അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്. ലെറ്റ് A ഈക്വൽ ടു സെറ്റ് A E I O U and B is the set A I U. Show that A union B equal to A. ശ്രദ്ധിച്ച്, A യൂണിയൻ B equal to, അപ്പോൾ A യിലുള്ളതെല്ലാം ആദ്യം എഴുതണം. A E I O U. ഇനിയും B യിലുള്ള എലമെന്റുകൾ നോക്കണം. B യിലുള്ള A ഓൾറെഡി എഴുതിയിട്ടുണ്ട്, I എഴുതിയിട്ടുണ്ട്, U എഴുതിയിട്ടുണ്ട്. അപ്പോൾ A യൂണിയൻ B സെറ്റ് A E I O U ആയിട്ട് മാറും. സോ ദിസ് ഇസ് ഈക്വൽ ടു A യൂണിയൻ B എന്താണ്? A എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. അപ്പോൾ A യൂണിയൻ B, നമ്മൾ തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ A യൂണിയൻ B എടുത്തപ്പോൾ A യെക്കാളും B യെക്കാളും വലിയൊരു സെറ്റായി മാറി. ഇവിടെ A യൂണിയൻ B എടുത്തപ്പോൾ അത് A തന്നെ ആയി മാറും. അങ്ങനെ വരാനുള്ള കാരണം എന്താണ്? എയ്ക്കകത്ത് ബിയിലെ എല്ലാ എലമെന്റും ഉള്ളതുകൊണ്ട്. എയ്ക്കകത്ത് ബിയിലെ എല്ലാ എലമെന്റും ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ബി ആരുടെ സബ്സെറ്റാണ്? എയുടെ സബ്സെറ്റാണ്. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും. ശ്രദ്ധിച്ച്, ഇഫ് ബി സബ്സെറ്റ് ഓഫ് എ, ദെൻ എ യൂണിയൻ ബി ഈസ് ദ സെറ്റ് എ. ഇപ്പൊ ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി തീർച്ചയായിട്ടും വലിയ സെറ്റായിരിക്കും. ഇനി എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി തീർച്ചയായിട്ടും ബി ആയിരിക്കും. അപ്പൊ യൂണിയൻ എടുക്കുമ്പോൾ വലിയ സെറ്റാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ. ഈ പ്രോപ്പർട്ടിക്ക് എന്താ പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. എന്താണ് ഇതിന്റെ പേര്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നിങ്ങൾ മലയാളത്തിലെ ക്രമനിയമം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? അഡീഷൻ 2 + 3 is same as 3 + 2. അപ്പോൾ അത് എന്താണ് ലോയ്ക്ക് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോർ അഡീഷൻ. ഇതെന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് യൂണിയൻ. യൂണിയന്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പം എ യൂണിയൻ ബി എടുത്താലും ബി യൂണിയൻ എ എടുത്താലും സെയിം ആണ്. അതുപോലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി, എ യൂണിയൻ ബി യൂണിയൻ സി, ദിസ് ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഈ പ്രോപ്പർട്ടിക്ക് പറയുന്നത്, അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? 3 സെറ്റ് ഉള്ളപ്പോൾ എയും ബിയുടെ യൂണിയൻ എടുത്തിട്ട് അതിനോട് സി യൂണിയൻ ചെയ്യുന്നതും ബി യൂണിയൻ സിയോട് കൂടി എ യൂണിയൻ ചെയ്യുന്നതും എന്താണ്? സെയിം ആണ്. ഈ പ്രോപ്പർട്ടിക്ക് പറയുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ. സോ ദിസ് ഈസ് അസോസിയേറ്റീവ് ലോ. അടുത്ത ശ്രദ്ധിക്കുക, അടുത്ത ലോ, എ യൂണിയൻ 5 എന്ന് പറയുന്ന സെറ്റിനോടുകൂടി നൾ സെറ്റൂടെ യൂണിയൻ ചെയ്ത് നിങ്ങൾക്ക് അറിയാം എ തന്നെയായിരിക്കും അല്ലെ? ഇതിന് പറയുന്നത് ലോ ഓഫ് ഐഡന്റിറ്റി എന്നാണ്. ലോ ഓഫ് ഐഡന്റിറ്റി. ഇവിടെ ഏതാണ് ഐഡന്റിറ്റി? നൾ സെറ്റ് ആണ് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷന്റെ ഐഡന്റിറ്റി. നിങ്ങൾക്ക് അറിയാം ഐഡന്റിറ്റി എന്നൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുള്ള നമ്മൾ സെറ്റ് ഓഫ് റിയൽ നമ്പറിലെ അഡീഷന്റെ ഐഡന്റിറ്റി 0 ആയിട്ടാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഏത് എലമെന്റും 0യോട് കൂട്ടിയാൽ ആ എലമെന്റ് തന്നെ കിട്ടും. അപ്പൊ 0 ആണ് അഡീഷൻ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അഡീഷൻ ആണ് അവിടുത്തെ ഓപ്പറേഷൻ. ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്? യൂണിയൻ ആണ്. അപ്പൊ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷനിലെ എ എന്ന് പറയുന്ന സെറ്റിന്റെ കൂടെ ഏത് സെറ്റ് യൂണിയൻ ചെയ്യുമ്പോഴാണ് എല്ലായ്പ്പോഴും എ കിട്ടുന്നത്? നൾ സെറ്റ്. അതുകൊണ്ട് നൾ സെറ്റിന് പറയുന്ന പേരാണ് എന്താണ്?
Here phi is the identity of union. യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷന്റെ ഐഡന്റിറ്റി ആരാണ്? നൾ സെറ്റ് ആണ്. ഫോർത്ത് പ്രോപ്പർട്ടി എ യൂണിയൻ എ. എയും എയുടെ യൂണിയൻ ചെയ്താൽ എന്ത് തന്നെ കിട്ടും? എ തന്നെ കിട്ടും. ഈ ലോയ്ക്ക് പറയുന്ന പേര് ഐഡംപൊട്ടന്റ് ലോ ആണ്. ഐഡംപൊട്ടന്റ് ലോ. ഫിഫ്ത്ത് ലോ സെറ്റും എയുടെ യൂണിയൻ ചെയ്താൽ വലിയ സെറ്റ് തന്നെ കിട്ടും. സെറ്റ്. ഇതിനെ ലോ ഓഫ് യൂണിയൻ എന്നാ പറയുന്നത്. ലോ ഓഫ് യൂണിയൻ. രണ്ടാമത്തെ ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. എന്താണ് ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്? രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷന് എന്ന് പറഞ്ഞാൽ the intersection of two sets A and B is the set. നമ്മൾ അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് A ഇന്റർസെക്ഷൻ B എന്നാണ്. നമ്മൾ മുമ്പ് യൂണിയൻ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്. ഇന്റർസെക്ഷൻ അത് റിവേഴ്സ് ആയിട്ട് ഇങ്ങനെ പ്ലസ് സിമ്പൽ. സോ A ഇന്റർസെക്ഷൻ B is the set A intersection B of all those elements which belongs to both A and B. അപ്പോൾ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റുകളുടെ സെറ്റാണ് എന്തെന്ന് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി അല്ലേ? അപ്പോൾ ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതിയാൽ എ ഇന്റർസെക്ഷൻ ബി ഈസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് നമ്മൾ നേരത്തെ യൂണിയൻ എഴുതിയത്. അപ്പോൾ എഴുതിയത് എക്സ് ബിലോങ്സ് ടു എ ഓർ എന്നാണ്. ഇവിടെ അങ്ങനെയല്ല, എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റുകൾ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. എ ഇന്റർസെക്ഷൻ ബി വരുത്തും. അപ്പോൾ നമുക്ക് ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ വെൻ ഡയഗ്രാം വരച്ചാൽ ശ്രദ്ധിച്ച്, ദിസ് ഈസ് എ യൂണിവേഴ്സൽ സെറ്റ്, ദിസ് ഈസ് ദ സെറ്റ് എ, ദിസ് ഈസ് ദ സെറ്റ് ബി. അപ്പോൾ എയിലും ബിയിലും ഇപ്പൊ ഈ സർക്കിളിലുള്ളതെല്ലാം എയിലുള്ളതാണ്, ഈ സർക്കിളിലുള്ളതെല്ലാം ബിയിലുള്ളതാണ്. അപ്പൊ എയിലും ബിയിലുമായിട്ട് കോമൺ ആയിട്ട് കിടക്കുന്നത് ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന പോർഷൻ ഇതാണ്. ഇതാണ് എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രാം. നമുക്കൊരു എക്സാമ്പിൾ ശ്രദ്ധിച്ചേ. എക്സാമ്പിൾ ഇഫ് എ ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു ആൻഡ് ബി ഈസ് ദ സെറ്റ് എ ഇ യു എസ്. ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. അങ്ങനെ നിങ്ങൾ നോക്കിയേ, എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എയിലുള്ള എലമെന്റ് എ എടുക്കണം. അത് ബിയിലുണ്ടോ? ഉണ്ട്. അപ്പൊ ഇന്റർസെക്ഷനകത്ത് വന്നു. ഇ അതും ബിയിലുണ്ട്. ഐ അത് ബിയിലില്ല, അപ്പോൾ ഇന്റർസെക്ഷനകത്ത് വന്നില്ല. ഒ ബിയിലുണ്ടോ? ഇല്ല. യു ഉണ്ടോ? ബിയിൽ ഉണ്ട്. അപ്പോൾ അത് ഇന്റർസെക്ഷനകത്ത് വന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്ന് ബിയിൽ അല്ലെ. ഇപ്പൊ എയിലും ബിയിലും പൊതുവായിട്ടുള്ള എലമെന്റുകൾ മാത്രമാണ് ഈ ഇന്റർസെക്ഷൻ ബി വരുന്നത്. അപ്പം എ ഇന്റർസെക്ഷൻ ബിയുടെ എന്താണ് സെറ്റ് ബിൽഡർ ഫോം എഴുതി, അതിന്റെ വെൻ ഡയഗ്രാം എഴുതി ഒരു എക്സാമ്പിൾ ചെയ്യും. അടുത്ത ദിവസം ശ്രദ്ധിച്ചാൽ A is set 1 2 3 4 5 6 7 8 9 10 and B is the set 2 3 5 7. Find A intersection B and hence show that A intersection B is equal to B എന്നാണ് നമുക്ക് തെളിയിക്കാം. അതായത് നമുക്ക് A intersection B കണ്ടുപിടിക്കാൻ ശ്രമിക്കും അല്ലേ. അപ്പൊ എയിലുള്ളതെല്ലാം ബിയിലുണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ എ എന്ന് പറയുന്നത് വലിയ സെറ്റാണ്, ബി എന്ന് പറയുന്നത് ഒരു ചെറിയ സെറ്റ്. അപ്പൊ നമുക്ക് ബിയിൽ എയിലുണ്ടോ എന്ന് നോക്കിയാൽ അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ബിയിലുള്ള 2 എയിലുണ്ടോ? ഉണ്ട്. അപ്പൊ അത് എ ഇന്റർസെക്ഷൻ ബിക്കകത്ത് വന്നു. ബിയിലുള്ള 3 എയിലുണ്ടോ? കോമൺ ആയിട്ടുണ്ട്. ബിയിലുള്ള 5 അതും എയിലുണ്ട്. ബിയിലുള്ള 7 അതും എയിലുണ്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയിൽ ഇനിയും മറ്റൊരു എലിമെന്റുകളും ഇല്ല. ഇനി ശ്രദ്ധിച്ച ഈ എ ഇന്റർസെക്ഷൻ ബി എ തന്നെയാണോ അതോ ബി തന്നെയാണോ? അത് ബി തന്നെയാണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ത് കിട്ടി? ബി എന്ന് കിട്ടി. അപ്പൊ നമ്മള് അങ്ങനെ ബി എന്ന് കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. ബിയിലുള്ള എല്ലാ എലിമെന്റും എയിലുണ്ടായി. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ എയുടെ സബ്സെറ്റ് ആയി. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? ബി ആയിരിക്കും. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് യൂണിയനിൽ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ബി എയുടെ സബ്സെറ്റ് ആയപ്പോൾ എ യൂണിയൻ ബി എ ആയി മാറി അല്ലെ. അപ്പൊ അവിടെ സൂപ്പർ സെറ്റ് ആണ് യൂണിയന്റെ റിസൾട്ടിൽ വരുന്നത് അല്ലെ. ഇന്റർസെക്ഷനകത്ത് എന്താ വരുന്നത്? സബ്സെറ്റ് ആണ്. അതാണ് വ്യത്യാസം. പറഞ്ഞ കാര്യം മനസ്സിലായാലും. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് എഴുതാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇന്റർസെക്ഷന്റെ പ്രോപ്പർട്ടി ശ്രദ്ധിക്കുക. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. എന്താണ് ലോയ്ക്ക് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇത് കമ്മ്യൂട്ടേറ്റീവ് ലോയോ എന്താണ്? ഇന്റർസെക്ഷൻ ആണ്.
കമ്മ്യൂട്ടേറ്റീവ് ലോ അല്ലേ? അതേപോലെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി യൂണിയനും ഇതേ ലോ സാറ്റിസ്ഫൈ ചെയ്തതാണ് അല്ലേ? ഇതെന്താണ്? അസോസിയേറ്റീവ് ലോയാണ്. ഇത് അസോസിയേറ്റീവ് ലോ ഓഫ് ഇന്റർസെക്ഷൻ ആണ്. അടുത്തെന്താണ്? ഫൈ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു ഫൈ. അതുപോലെ യൂണിവേഴ്സൽ സെറ്റ് ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ യു ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ. ദാറ്റ്സ് ആർ കോൾഡ് ലോ ഓഫ് ഫൈ ആൻഡ് ലോ ഓഫ് യു. അതുപോലെ എ ഇന്റർസെക്ഷൻ എ, നമ്മൾ എ യൂണിയൻ എ ഐഡംപൊട്ടന്റ് ലോ ആണ്. അപ്പോൾ എ ഇന്റർസെക്ഷൻ എ എന്താണ്? ഐഡംപൊട്ടന്റ് ലോ ആണ്, ഇന്റർസെക്ഷന്റെ ഐഡംപൊട്ടന്റ് ലോ. അതുപോലെ അടുത്തൊരു ലോ ശ്രദ്ധിച്ച്, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽസ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നാണ് പറയുന്നത്, എന്ന് പറയാൻ വിതരണ നിയമം എന്ന് മലയാളത്തിൽ പറയും അല്ലേ? ശരിക്കും ഇത് എന്താണ് ഇവിടെ വിതരണം നടത്തിയിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച് ലെഫ്റ്റ് സൈഡ് നിങ്ങൾ നോക്കിയാൽ എന്താണ്? ഒരു ഇന്റർസെക്ഷനും ഒരു യൂണിയനും അല്ലേ? റൈറ്റ് സൈഡിൽ വന്നപ്പോൾ രണ്ട് ഇന്റർസെക്ഷനാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ആരെയാണ്? ഇന്റർസെക്ഷനെയാണ് അല്ലേ? യൂണിയന് മേലാണ്. അപ്പോൾ ശരിക്കും ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഓഫ് ഇന്റർസെക്ഷൻ ഓവർ യൂണിയൻ എന്നാണ് പറയുന്നത്. നമുക്ക് ചുരുക്കത്തിൽ അതിനെ എന്തെന്ന് വിളിച്ചു? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്റർസെക്ഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അടുത്ത കാര്യം ശ്രദ്ധിച്ച്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ദ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി ഇൻ ദിസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എയും ബിയും തന്നിരിക്കുന്ന ഓർഡർ, അതായത് എ മൈനസ് ബി എന്താണ് പറയുന്നത്? ഈസ് ദ സെറ്റ് ഓഫ് എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു എ ബട്ട് നോട്ട് ടു ബി. അതായത് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെന്റുകൾ, പക്ഷെ അത് എവിടെ കാണരുത്? ബിയിൽ കാണരുത്. അപ്പോൾ എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായ എലമെന്റുകളാണ് ഇവിടെ എഴുതേണ്ടത്, എ മൈനസ് ബിയിൽ എഴുതേണ്ടത്. അതിനെ റൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്, എ മൈനസ് ബി. നമ്മൾ ഇത് വായിക്കേണ്ടത് എ മൈനസ് ബി. അപ്പോൾ അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം നോക്കിയാൽ എ മൈനസ് ബി ഈസ് ദ സെറ്റ് of all x such that x belongs to a and x does not belongs to b. അപ്പോൾ അതിന്റെ a മൈനസ് ബി എന്ന് പറയുന്ന സെറ്റിന്റെ വെൻ ഡയഗ്രാം വരച്ചാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾ this is our a, this is our b, this is a universal set. അപ്പോൾ എയിലുള്ളതും ബിയിലില്ലാതെ, അപ്പോൾ എയിലുള്ളതെന്ന് പറയുമ്പോൾ ഈ സർക്കിളുള്ളത്, ഈ സർക്കിളിൽ ഇത്രയും ഭാഗത്ത് ബിയിലുള്ളത് കൂടെ വന്നു. അപ്പോൾ ബിയിലില്ലാത്ത എയിലുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് പോർഷൻ. സോ ദിസ് ഈസ് our a മൈനസ് ബി. ക്ലിയർ ആയാലും? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ ഈ ഷെയ്ഡ് ചെയ്യുന്നത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. ഇതെന്താണ്? ദിസ് ഈസ് എ ഇന്റർസെക്ഷൻ ബി എ. അപ്പോൾ ഈ പോർഷൻ എന്താണ്? ബിയിലുള്ളതും എയിലില്ലാത്തതുമാണ് അല്ലേ? അപ്പോൾ ഈ പോർഷൻ എന്താണ്? ഈ പോർഷന് ബി മൈനസ് എ ആണ്. ഈ ഫിഗറിൽ നിന്ന് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ്. എ ഇന്റർസെക്ഷൻ ബി ഓൾറെഡി ഈ പോർഷനാണ്. ബി മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയ്ഡ് ചെയ്യാത്ത ഈ ഇത്രയും പോർഷൻ. ക്ലിയർ ആയി? അടുത്തൊരു ഡെഫിനിഷൻ ശ്രദ്ധിക്കുക, ഡിസ്ജോയിന്റ് സെറ്റ്സ്. ശ്രദ്ധിച്ച്, ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി disjoint if A intersection B equals another set. അപ്പോൾ എയുടെയും ബിയുടെയും ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആകുമ്പോഴാണ് എ ബി എന്നത് വിളിക്കുന്നത് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ഫിഗറിലെ എ മൈനസ് ബിക്കും എ ഇന്റർസെക്ഷൻ ബി എന്താണ്? ഡിസ്ജോയിന്റ് സെറ്റ്. എ മൈനസ് ബിക്കും എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച്, ഇവിടെ എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് ആണോ? അല്ല. ഇൻ ദിസ് ഫിഗർ എ ആൻഡ് ബി ആർ നോട്ട് ഡിസ്ജോയിന്റ് അല്ലേ? ഈ ഫിഗറിലെ എയും ബിയും ഡിസ്ജോയിന്റ് അല്ല. അതേസമയം എ മൈനസ് ബി എ ഇന്റർസെക്ഷൻ ബി, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡഡ് പോർഷൻ ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ ആണ്. രണ്ടിനും കോമൺ ആയിട്ട് പോർഷനുകളൊന്നുമില്ല. അപ്പോൾ എ മൈനസ് ബിയും പിന്നെന്താണ്? എ ഇന്റർസെക്ഷൻ ബിയും. അതുപോലെ നമുക്ക് അടുത്ത പേരായിട്ട് ബി മൈനസ് എ എടുത്താൽ, ബി മൈനസ് എ ഇതൊക്കെ എടുത്താൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഡിസ്റ്റോയിന്റ് സെറ്റ് ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് രണ്ടെണ്ണം എടുക്കുമ്പോഴാണ് ഡിസ്റ്റോയിന്റ് പറയുന്നത്. അപ്പോൾ എയും എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബിയും തമ്മിൽ ഡിസ്റ്റോയിന്റ് സെറ്റ് ആണ്. എ മൈനസ് ബിയും ബി മൈനസ് എയും തമ്മിൽ ഡിസ്റ്റോയിന്റ് സെറ്റ് ആണ്. ബി മൈനസ് എയും എ ഇന്റർസെക്ഷൻ ബിയും തമ്മിൽ ഡിസ്റ്റോയിന്റ് സെറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ് ഈ
ഫിഗറിലെ എ മൈനസ് ബി, എ ഇന്റർസെക്ഷൻ ബി ആൻഡ് ബി മൈനസ് എ ആർ മ്യൂച്വലി ഡിസ്ജോയിന്റ് സെറ്റ്. ഇനി നമ്മളിപ്പോൾ 3 ഓപ്പറേഷൻസ് ആണ് പറഞ്ഞത്. എന്താണ്? യൂണിയൻ ഓഫ് ടു സെറ്റ്സ്, ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്, പിന്നെ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് ആണ് പറഞ്ഞത്. നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇഫ് എക്സ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ആൻഡ് വൈ ഈക്വൽ ടു സെറ്റ് എഫ് ബി ഡി ജി, ഫൈൻഡ് ഫസ്റ്റ് വൺ എക്സ് മൈനസ് വൈ, സെക്കൻഡ് വൺ വൈ മൈനസ് എക്സ്, തേർഡ് വൺ എക്സ് ഇന്റർസെക്ഷൻ വൈ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഒന്നാമത്തെ അല്ലേ, എക്സ് മൈനസ് വൈ is the set. The x minus y is the set of all elements which belongs to x but not belongs to y. x ലുള്ള y ഇല്ലാത്ത a, x ലുള്ള a, y ലുണ്ടോ? ഇല്ല. a belongs to x minus y. അതുപോലെ b ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് x minus y എഴുതാൻ പറ്റത്തില്ല. c ഇല്ല, വൈലില്ല, അതുകൊണ്ട് എക്സ് മൈനസ് വൈയിൽ എഴുതാം. ഡി അകത്തുണ്ട് അല്ലേ, വൈയിലുണ്ട്, അതുകൊണ്ട് എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന സെറ്റ് എയും സിയും. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈ മൈനസ് എക്സ്. നിങ്ങൾ നോക്കേണ്ടത് വൈയിലുള്ളതും എക്സിലില്ലാത്തതും. എഫ് എക്സിലില്ല, ബി എക്സിലുണ്ട്, ഡി എക്സിലുണ്ട്, ജി എക്സിലില്ല. അതാണ് വൈ മൈനസ് എക്സ്. തേർഡ് വൺ നമുക്ക് വേണ്ടത് എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ് അല്ലേ. എക്സ് വൈയുടെ ഇന്റർസെക്ഷൻ ചെയ്യാം. എന്താ ഇന്റർസെക്ഷൻ ചെയ്യാന്ന്? കോമൺ ആയിട്ടുള്ളത് ഇതാണ്. എ വൈയിലുണ്ടോ? ഇല്ല. ബി ഉണ്ടോ? ഉണ്ട്. അപ്പൊ ബി കോമൺ ആണ്. അതേപോലെ സി ഇല്ല, ഡി കോമൺ ആണ്. അപ്പൊ എക്സിലും വൈയിൽ കോമൺ ആയിട്ടുള്ളത് ബിയും ഡിയും ആണ്. അപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായാലും എക്സ് മൈനസ് വൈ, വൈ മൈനസ് എക്സ് ആൻഡ് എക്സ് ഇന്റർസെക്ഷൻ വൈ. അടുത്ത ശ്രദ്ധിച്ച്, if R is the set of real numbers and Q is the set of rational numbers, then what is R minus Q? R minus Q is what? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം സെറ്റ് ഓഫ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറൂടെ ചേരുന്നത്. അപ്പോൾ റിയൽ നമ്പർ സെറ്റിൽ നിന്ന് റാഷണൽ നമ്പർ സെറ്റ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പറിന് പ്രത്യേകിച്ച് സെറ്റ് ഒന്നും നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു ടി കൊണ്ട് ഡിനോട്ട് ചെയ്തു, വേണമെങ്കിൽ അങ്ങനെ ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, ആർ മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. അടുത്ത ദിവസം ശ്രദ്ധിച്ച്, ഇഫ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആൻഡ് ബി ഈസ് ദ സെറ്റ് 3 4 5 6 ആൻഡ് സി ഈസ് ദ സെറ്റ് 5 6 7 8 ആൻഡ് ഡി ഈസ് ദ സെറ്റ് 7 8 9 10, ഫൈൻഡ് എ യൂണിയൻ ബി യൂണിയൻ ഡി. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി, ദെൻ എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യാം. എന്താണ്? എ യൂണിയൻ ബി. ആദ്യം എ യൂണിയൻ ബി യൂണിയൻ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് എയും ബിയുടെ യൂണിയൻ ചെയ്യാം, അല്ലെങ്കിൽ ബിയും ഡിയുടെ യൂണിയൻ ചെയ്തിട്ട് അത് എയുമായിട്ട് യൂണിയൻ ചെയ്താൽ മതി. അപ്പോൾ എയും ബിയുടെ യൂണിയൻ ചെയ്ത് എയിലെ 1 എഴുതണം, 2 എഴുതണം, 3 എഴുതണം, 4 എഴുതണം. ഇനി ബിയിലെ എലമെന്റുകൾ എഴുതണം. ബിയിലെ 3 ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 4 എഴുതിയിട്ടുണ്ട്, 5 വേണം, 6 വേണം. ഇതാണ് എ യൂണിയൻ. ഇനി എന്താ വേണ്ടത്? എ യൂണിയൻ ബി, ബ്രാക്കറ്റ് ഒന്നും വേണ്ട. ഇനി എന്താ എഴുതേണ്ടത്? എ യൂണിയൻ ബി യൂണിയൻ സി യൂണിയൻ ഡി. ദിസ് ഈക്വൽ ടു സെറ്റ്. അപ്പോൾ എ യൂണിയൻ ബിയിലെ എല്ലാ എലമെന്റും എഴുതണം. ഇനി ഡിയിലെ എലമെന്റ് എഴുതണം. ഡിയിലെ എലമെന്റ് 7 എഴുതിയിട്ടില്ല, 8 9 10. ഇതാണ് എ യൂണിയൻ ബി യൂണിയൻ ബി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. എന്താണ്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബ്രാക്കറ്റിലുള്ള ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എ ബി യൂണിയൻ സി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബിയും സിയുടെ യൂണിയൻ ചെയ്ത് അപ്പോൾ ബിയിലെ എല്ലാ എലമെന്റും എഴുതണം. 3 4 5 6. ഇനി സിയിലെ എലമെന്റ് എഴുതണം. സിയിലെ 5 ഓൾറെഡി എഴുതി, 6 എഴുതി. ഇവന് എഴുതാനുള്ളത് 7 8. ക്ലിയർ ആയല്ലോ ബി യൂണിയൻ സി. ഇനി നമുക്ക് എന്ത് വേണം? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എയെ
ബി യൂണിയൻ സി ആയിട്ട് ഇന്റർസെക്ഷൻ എടുക്കും. എന്ന് പറഞ്ഞാൽ എക്കകത്തും ബി യൂണിയൻ സിക്കകത്തും ആയിട്ടുള്ള കോമൺ എലമെന്റ് എഴുതും. എക്കകത്തുള്ള 1 ബി യൂണിയൻ സിക്കകത്ത് ഇല്ല, 2 ഇല്ല, പിന്നുള്ളത് 3 4 മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട്. അതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്തിന് തുല്യമായിരിക്കും? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സിക്ക് തുല്യമായിരിക്കും. അടുത്ത നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ യൂണിയൻ ഡി കണ്ടുപിടിക്കണം അല്ലേ. അത് കഴിഞ്ഞിട്ട് ബി യൂണിയൻ സി കണ്ടുപിടിക്കണം, എന്നിട്ട് രണ്ടുകൂടെ ഇന്റർസെക്ട് ചെയ്യും അല്ലേ. അപ്പോൾ എ യൂണിയൻ ഡി കണ്ടുപിടിച്ച് എയും ഡിയുടെ യൂണിയൻ ചെയ്യും അല്ലേ. അപ്പോൾ എയിലെ എല്ലാ എലമെൻറ്റും എഴുതാം, 1 2 3 4. പിന്നെ ഡിയിലെ ഓരോ എലമെൻറ്റ് പോലും എയിലില്ല, അപ്പോൾ അത് എല്ലാം എഴുതണം, 7 8 9 10. അതേപോലെ നമുക്കിനി അടുത്ത എന്താ വേണ്ടത്? ബി യൂണിയൻ സി. ബി യൂണിയൻ സി, ബിയും സിയുടെ യൂണിയൻ എടുത്ത് 3 4 5 6 ബിയിലുള്ളതാണ്. സിയിലുള്ള 5 6 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി 7 8. ഇനി നമുക്ക് എന്താ വേണ്ടത്? യെസ്, എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് അല്ലേ. 1 ഇല്ല, 2 ഇല്ല, 3 കോമൺ ഉണ്ട്, 4 ഉണ്ട്. 3 4 7 കോമൺ ആയിട്ടുണ്ട്, 8 കോമൺ ആയിട്ടുണ്ട്, 9 10 കോമൺ ആയിട്ടില്ല. ഇതാണ് ഇതെന്ന് പറയുന്നത് എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ശരിയായല്ലോ.